ഒരു മണം വരുന്നുണ്ടല്ലോ. ഇതല്ല, ഇതാ. ഇതെന്തിടാക്കിട്ട് വെച്ചിനെ പഠിച്ചോനെ. മെസ്സി എങ്ങനെ വിളിച്ചിനാ? ആ വിളിച്ചു. നീ എന്ത് കുക്കറിലാക്കിട്ട് വെച്ചത്? ആ അത് ഞാൻ പെരുന്നാളിലാവാൻ പോന്നല്ല, അങ്ങനെയാണ് മൈലാഞ്ചി ഉണ്ടാക്കിയത്. കുക്കറിലാ മൈലാഞ്ചി ഉണ്ടാക്കുന്നേ? ആ അത് കുക്കറിൽ ഞാൻ മറ്റേ നഖത്തിലേക്ക് വെക്കുന്ന മൈലാഞ്ചി ഇല്ലേ, അത് ഉണ്ടാക്കിയത്. ആ ചായപ്പൊടിയും പഞ്ചസാര ജീരകമെല്ലാം ഇട്ടിട്ട് നമ്മൾ നെയ്യിൽ വെക്കുന്ന ഒരു മൈലാഞ്ചി, അത് ഞാനിങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയത്. ഇങ്ങനെ കത്തി കഴിഞ്ഞിട്ടല്ല മൈലാഞ്ചി ഉണ്ടാക്കല്? ആ അത് ഞാൻ 2-3 പ്രാവശ്യമായി ട്രൈ ആക്കുന്നു, യൂട്യൂബിൽ കണ്ടിട്ട് ഫ്ലോപ്പായി പോയി. അതില്ലേ ഈ പാത്രത്തിലേക്ക് ഇത് കരിയുമ്പോൾ ഇതിന്റെ വെള്ളം വരണം, അപ്പൊ അത് മൈലാഞ്ചി നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഞാൻ എത്ര ട്രൈ ആക്കിയിട്ടും ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നില്ല. വെള്ളം അതിലല്ല, വെള്ളം വരുന്നുണ്ട് കണ്ണുന്ന്. ഉള്ള ചായപ്പൊടിയും പഞ്ചാരയെല്ലാം ഇട്ട് കത്തിച്ചിട്ടായിട്ട് നിനക്കറിയോ എന്തെങ്കിലും സാധനത്തിന്റെ വില? ഇത് ഞാൻ പഠിച്ചോനെ എന്തിട്ട് ആക്കിയിട്ടത്? അതിന് ഇനിയിപ്പോൾ 1 കിലോ ചായപ്പൊടി 1 കിലോ പഞ്ചസാര ഒന്നും വേണ്ട. ആകെ 2 സ്പൂണ് ചായപ്പൊടി, 2 സ്പൂണ് പഞ്ചസാര, 2 സ്പൂണ് ജീരകം, അത്രേ ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഇത്ര സാധനം ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല ഇതിലേക്ക്. നിനക്കിത് പറയുമ്പോ നിസ്സാരം. ഇത് പീടിയാ മാറ്റം മേങ്ങാ പോരെ. എത്ര ദിവസമായി നീ ഇതിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്? പീടിയെന്ന് മേങ്ങെങ്കിലും ഞാൻ ഉണ്ടാക്കിയ പോലെ ആവോ? നിങ്ങൾ ബേജാറാക്കണ്ടെന്ന്. ഇനി ഒരു 2 പ്രാവശ്യം കൂടി ഞാനിതൊന്ന് ട്രൈ ആക്കിയെങ്കിൽ സെറ്റ് ആവും. ഇനിയും ട്രൈ ആക്കാനാ? ഇപ്പൊ എന്നെ നാറിയിട്ട് നിക്കാൻ കഴിയുന്നില്ല. അല്ല എന്തിത് പോരയാ അല്ല പരീക്ഷണശാലയാ? നിങ്ങൾക്കറിയോ ഈ മൈലാഞ്ചലും ഇല്ലേ, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം എത്ര ഉണ്ടാക്കിയിട്ട് കൈക്കല്ല് ഇട്ടിട്ട് പോരുന്നറിയോ. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഉണ്ടാക്കാത്തോണ്ടായിരിക്കും ശരിയാന്നില്ല. ചിലപ്പോൾ എൻ്റെ സമയം ശരിയല്ലാത്തോണ്ടായിരിക്കും. എന്തായാലും 2 വട്ടം ട്രൈ ആക്കിയെങ്കിൽ ഇത് സക്സസ് ആവും. റമദാൻ മാസം കഴിഞ്ഞ് ഇനി ഇതുവരെ ബുദ്ധി കൊടുത്തില്ല.